എല്ലാവർക്കും മെച്ചപ്പെട്ടതും സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു ലോകം സുരക്ഷിതമാക്കുന്നതിനായി അവരുടെ സ്ഥാപനങ്ങളിൽ ഗുണനിലവാരവും മൂല്യവർദ്ധിതവുമായ വിദ്യാഭ്യാസവും മാനേജ്മെന്റ് വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും CBSEയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്വതന്ത്ര സ്വകാര്യ സ്കൂളുകളെ പിന്തുണയ്ക്കുന്നതിനാണ് കൊല്ലം സഹോദയ രൂപീകരിച്ചത്. മന്ന മെമ്മോറിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ കൊല്ലം സഹോദയ മെറിറ്റ് അവാർഡ് ഫംഗ്ഷനിലെ ചടങ്ങിലാണ് സമുദ്രാവിഷനുള്ളത്. മന്ന മെമ്മോറിയൽ സ്കൂൾ ചെയർമാൻ രാമചന്ദ്രൻ സർ നമ്മോട് ഇന്നത്തെ സഹോദയ മെറിറ്റ് അവാർഡിനെ കുറിച്ച് സംസാരിക്കുന്നു. കൊല്ലം ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സിൽ അംഗങ്ങളായിട്ടുള്ള 37 CBSE സ്കൂളുകളിൽ നിന്ന് 10-12 പരീക്ഷകളിലെ 90% അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിച്ച 400ഓളം പ്രതിഭകളെയാണ് ഇന്നിവിടെ നമ്മൾ അനുമോദിക്കുന്നത്. അതിൻ്റെ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ഈ പങ്കെടുക്കുന്ന കുട്ടികൾ വളർന്ന് വലുതാവുമ്പോഴേ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ മേഖലയിലും പ്രശസ്തരായി തീരുന്നതിന് വേണ്ടി അവരെ അനുമോദിക്കുകയാണ്. അവരെല്ലാവരും സമൂഹത്തിൽ ഏറ്റവും ഉന്നതന്മാരായി തീരുന്നതിന് ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊല്ലം ജില്ലാ സഹോദയ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ വാളത്തുങ്കൽ മന്ന മെമ്മോറിയൽ പബ്ലിക് റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന 2024 മെറിറ്റ് അവാർഡ് ചടങ്ങ് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഡോക്ടർ ഡി പൊന്നച്ചന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിന് MMR പബ്ലിക് സ്കൂൾ ഡയറക്ടർ പ്രൊഫസർ രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കേവലം ഒരു അവാർഡ് നൽകുന്നു എന്നതിനപ്പുറത്ത് നമ്മുടെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം, ഭാവിയിലെ അക്കാദമിക രംഗം എങ്ങനെയായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ കരിയർ എന്നതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാകണം, ധാരണ ഉണ്ടാകണം. അതിലൊരു തീരുമാനം നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും ഓരോ കുട്ടികളിലും ഉണ്ടായാൽ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള മേഖല തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടി അവർക്ക് ലഭിച്ചാൽ വലിയ മാറ്റം നമ്മുടെ പൊതുസമൂഹത്തിൽ വരുത്താൻ കഴിയും. സഹോദയയുടെ വൈസ് പ്രസിഡന്റും മന്ന മെമ്മോറിയലിലെ ഫോർമർ പ്രിൻസിപ്പലുമായിട്ടുള്ള ബാബു നായർ സാർ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. So the purpose of this meeting is, or this program is, to motivate our students in order to go at higher levels in the education sector, and also this kind of program will definitely motivate the other students also in order to get such kind of achievements in the education sector in their board examinations and other examinations. തുടർന്ന് KDSSC ട്രഷറർ U സുരേഷ്, വൈസ് പ്രസിഡന്റ് KDSSC M ബാബു നായർ, KDSSC സെക്രട്ടറി പ്രൊഫസർ സത്യപ്രകാശ് എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ചു. സ്റ്റുഡന്റ് കൗൺസിലർ റവറൻഡ് ഫാദർ ജോൺ സ്ലീബ മോട്ടിവേഷണൽ ക്ലാസ് നയിച്ചു. സഹോദയയുടെ പ്രസിഡൻ്റായിട്ടുള്ള പൊന്നച്ചൻ സാറ് നമ്മളോട് മെറിറ്റ് അവാർഡിനെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മുടെ CBSE സ്കൂളുകളിലെ കുട്ടികൾക്കും സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന പോലെ തന്നെ അവാർഡുകൾ നൽകുക എന്നുള്ളതാണ് കൊല്ലം ഡിസ്ട്രിക്ട് സഹോദയയുടെ കടമ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 400-ൽ പരം കുട്ടികളാണ് ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും, സയൻസും കൊമേഴ്സിലും പെട്ട കുട്ടികളെല്ലാവരും ഉയർന്ന നിലവാരത്തിൽ തന്നെ മാർക്ക് വാങ്ങി ജയിച്ചവരാണ്. പ്രത്യേകിച്ച് ഈ വർഷം CBSE സ്കൂളുകളിൽ 100% വിജയമായിരുന്നു. കൊല്ലം ജില്ലയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഏറ്റവും കൂടുതൽ വിജയശതമാനം കരസ്ഥമാക്കിയ സ്കൂളുകൾ കേരളത്തിലെ സ്കൂളുകളാണ്. ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഡോക്ടർ ഡി പൊന്നച്ചൻ MBA പൊന്നാടയണിയിച്ച് ആദരിച്ചു. KDSSC സെക്രട്ടറി കിഷോർ ആന്റണി ചടങ്ങിന് നന്ദി അർപ്പിച്ചു. മെറിറ്റ് അവാർഡ് വിന്നറായ ഹരിശങ്കർ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. എൻ്റെ സ്കൂൾ തന്നെ പറയുമ്പോൾ എനിക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ തരുന്നുണ്ട്. ലൈബ്രറി ആയാലും എല്ലാ കാര്യങ്ങളും അവരെനിക്ക് തരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന സാറുമാർ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പാരൻസ് അവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 10th മെറിറ്റ് അവാർഡ് നേടിയ ഇള നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇവിടെ 4ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. ഇവിടെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും. ഇവിടെ പഠിക്കുന്ന ഓരോരുത്തർക്കും ഇവർ ഈ സ്കൂളിനോട് വലിയൊരു കടപ്പാടും സ്നേഹവും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിലെ ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പലിനോടൊക്കെയുള്ള കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയുകയാണ്. പുത്തൻ തലമുറയ്ക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ഇനിയും അനേകം അവാർഡുകളും അവാർഡ്ദാന ചടങ്ങുകളും സംഘടിപ്പിക്കാൻ കൊല്ലം സഹോദയയ്ക്ക് കഴിയട്ടെ എന്ന് സമുദ്രാവിഷനും ആശംസിക്കുന്നു. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രാവിഷൻ.